ഹലോ ഫ്രണ്ട്സ്, സ്ട്രെസ്സ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എല്ലാവരും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം എല്ലാവരിലും ഉള്ള ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ സ്ട്രെസ്സ്. അത് നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നമാവാം, ഫാമിലി ഓറിയൻറ്റഡ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് സ്ട്രെസ്സ് വരാം. എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഒരാൾ സെൽഫായിട്ട് അവെയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ സ്ട്രെസ്സ് നമുക്ക് സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ടൈം മാനേജ്മെൻ്റ് ആണ്. ഈ ടൈമിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മൾ ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യത്തിനെക്കുറിച്ച് വ്യക്തത വേണം. ഇന്ന സമയത്ത് ഇന്ന് ചെയ്യുക, അങ്ങനെ, അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക. അതിനെ നാളേക്ക് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കതൊരു സ്ട്രെസ്സായി മാറും. അതായത് നമ്മൾ ഈ പ്രോക്കാസ്റ്റിനേറ്റിംഗ് ടെൻഡൻസി എല്ലാ മനുഷ്യരിലും ഉണ്ട്, മാറ്റി വെക്കുന്നൊരു ടെൻഡൻസി. അതേപോലെ നമ്മളെ മടിയും ഈ ലേസിനെസ്സിനെയും പ്രോക്കാസ്റ്റിനേഷൻ ടെൻഡൻസിനെയും നമ്മൾ ബ്രേക്ക് ചെയ്താൽ നമുക്ക് കുറേ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. സെക്കൻഡ് തിങ്, പ്രയോറിറ്റീസ്. നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയെന്ന് നമുക്ക് നല്ല വ്യക്തത വേണം. ഇങ്ങനെ ഒരു വ്യക്തതയുള്ളൊരു വ്യക്തി, പ്രത്യേകിച്ച് ഇപ്പോൾ ഓരോരുത്തരും ഓരോ ലൈഫ് റോൾ ചെയ്യുന്ന ആളായിരിക്കും. ഒരാൾ സ്റ്റുഡൻ്റ് ആയിരിക്കും, ചില ആൾക്കാർ പാരൻറ്റിങ് ഒരു ഹുഡിലായിരിക്കും. അപ്പോൾ അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യം വ്യക്തമായിട്ട് ചെയ്യുക, അതിന് പ്രയോറിറ്റീസ് കൊടുക്കുക. പഠിക്കേണ്ട സമയത്ത് പഠിത്തത്തിന് പ്രയോറിറ്റീസ് കൊടുക്കുക. വർക്കിലാണെങ്കിൽ ആ വർക്കിൽ പ്രയോറിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. തേർഡ് തിങ് ഈസ് പ്ലാനിങ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യത്തിനെക്കുറിച്ച് നമുക്കൊരു പ്രീ പ്ലാനിങ് വേണം. അതായത് ടു ഡു ലിസ്റ്റ് പോലത്തെ കാര്യങ്ങൾ ചെയ്ത് വെക്കുക, അതും വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും, നമുക്ക് നല്ലൊരു റിലാക്സേഷനും കുറേയൊക്കെ സ്ട്രെസ്സിന് കുറവും തോന്നിക്കും. പിന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസാണ്. അത് നോസിലൂടെ ഇൻഹേൽ ചെയ്ത് ലിപ്പിലൂടെ പുറത്ത് വിട്ടാൽ അതും നല്ലതാണ്. നമ്മുടെ ഫുഡ്, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ജങ്ക് ഫുഡ്സൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് തുടങ്ങിയാൽ തന്നെ കുറേ സ്ട്രെസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക.